ഇതുപോലെ ഒരു ആശയം പറയുന്ന മതം വേറൊന്നുമില്ല. ഇത് പഠിക്കണം. ഇത് പഠിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ടിവിയിലൊക്കെ ചാനൽ മുത്തലാഖ്. ശരിയാണല്ലോ, മുത്തലാഖ് എന്താണിത്? അയ്യോ, ഇത്ര വലിയ പാതകം, വലിയ തെറ്റാണെന്ന്. ശരിയാണ് ഈ പറയുന്നത് കേട്ടോ. കുറെ വിവരമില്ലാത്ത ആളുകൾ തട്ടയിട്ടതാകുന്ന സഹോദരിമാരുൾപ്പെടെ കയറി എന്നിട്ട് ഇങ്ങനെ പറയുക, ദീനിനെതിരെ ഇങ്ങനെ പറയുക, തലാഖൊന്നും ഖുർആനിലില്ല, ഹദീസിലില്ല. ഖുർആൻ പഠിക്കണ്ടേ? എടാ, ഖുർആനിലൊരു സൂറത്ത് തന്നെ ഇല്ലേ അത്തലാഖ്? ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഖുർആനിലൊരു സൂറത്തിന്റെ പേരെന്താണ്? അത്വലാഖ്. അത് പഠിച്ചു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാം ഇതുപോലെ കുറെ വിവരമില്ലാത്ത ആളുകൾ ഇറങ്ങി വരും. തലാഖിനെ കുറിച്ചൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. കുറെ ആളുകൾ പറയുക, ചാനലിൽ കരുന്നിട്ട് ഒരു വിവരമില്ലാതെ പറയാണ്, എന്ന് ലോകം കാണുന്നില്ല. എന്താണ് ഈ പറയുന്നത്? അത് തട്ടയിട്ട മുസ്ലിം സഹോദരിമാർ. ഇത് കേൾക്കുമ്പോൾ അന്യമതസ്ഥരാകുന്ന ആളുകൾ വരെ ഊറിച്ചിരിക്കുകയാണ്. അവരൊക്കെ പറയാ, കണ്ടതാ ആ താത്ത പറയുന്ന കണ്ടോ, തലാഖൊന്നും മുസ്ലിം ഇല്ല, കുറെ ഉസ്താദുമാർ കെട്ടിച്ചമച്ചാണെന്ന്. ഖുർആനില്ലേ? ഖുർആനിലൊരു സൂറത്തിന്റെ പേര് തന്നെ അത്വലാഖ് എന്നാണ്. ഒരു സൂറത്തിന് പേരിട്ടിരിക്കണം. 114 സൂറത്തെ ആകുള്ളൂ. അതിലൊരു സൂറത്തിന്റെ പേര് തന്നെ അത്വലാഖ്. ആയത്തിൽ തന്നെ മുഴുവനും പ്രതിപാദിക്കുന്നത് ത്വലാഖുമായി ബന്ധപ്പെട്ട വിഷയം. അതിൽ തന്നെ ഖുർആൻ പറയുന്നത് എന്താണ്? മൂന്നാം തലാഖ് എന്ന് ഖുർആൻ പറയുന്നതേ ഇല്ല. കാരണം അതിലേക്ക് നിങ്ങൾ എത്തരുത് എന്നുള്ളതാണ് ഖുർആൻ വ്യക്തമായി സൂചന നൽകുന്നത്. ചില ആളുകൾ അതാ പിടിക്കുന്നത്. മൂന്നാം തലാഖ് ഖുർആൻ പറഞ്ഞിട്ടില്ല എന്ന്. ഖുർആൻ പറഞ്ഞിട്ടില്ല എന്നല്ല, ഖുർആൻ പറഞ്ഞത് വ്യക്തമായ രീതിയിലല്ല, അത് ഒളിച്ചും മറച്ചുമാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ്? ആ മൂന്നാം തലാഖിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല, 2 കൊണ്ട് നിങ്ങൾ മതിയാക്കണം. കാരണം 2 കൊണ്ട് മതിയാക്കിയാലുള്ള ഗുണങ്ങൾ എന്താണ്? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ശുദ്ധിയുള്ള കാലഘട്ടത്തിൽ നീ അവളെ ത്വലാഖ് ചൊല്ലിയാൽ അവൾക്ക് പിന്നെ ഒരു മാസക്കാലയളവ് അവൾക്കുണ്ടാകുന്നത് 3 ശുദ്ധിയുടെ കാലയളവിൽ അതിനു മുമ്പായിട്ട് അവളെ നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാലയളവ്, ഇദ്ദയുടെ കാലയളവ് ഉലമാക്കൾ നിനക്ക് നൽകുകയാണ്. ആ കാലയളവിനുള്ളിൽ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റും. എങ്ങനെ തിരിച്ചെടുക്കാം? നിന്നെ ഞാൻ 1-ാം തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ശുദ്ധി കാലയളവിൽ ഒരു പുരുഷൻ ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലി മാറ്റി നിർത്തുകയും ഒരു മാസക്കാലയളവിൽ തന്നെ ആ പെണ്ണിനെ ഞാൻ ത്വലാഖ് ചൊല്ലിയല്ലോ എന്നുള്ളതാകുന്ന ഖേദം അവന്റെ മനസ്സിൽ രൂഢമൂലമാകുന്ന സമയത്ത് പെണ്ണിനെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിട്ട് റജഅതുകി, നിന്നെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ഒറ്റ പദത്തിലൂടെ ആ പെണ്ണിനെ തിരിച്ചെടുക്കാൻ പറ്റും. ഇത് 1-ാം തലാഖിലൂടെയും 2-ാം തലാഖിലൂടെയും പറ്റുന്നതാണ്. ഈ 2 തലാഖും ചൊല്ലി അത് കഴിഞ്ഞിട്ടും പിന്നെയും അവന്റെ പ്രിയപ്പെട്ട ഭാര്യ പിന്നെ അവൻ 3-ാം തലാഖ് വീണ്ടും ചെല്ലുകയാണ് എങ്കിൽ തലാഖ് കളിതമാശയല്ല. തലാഖ് 3-ാമത്തെ ചെല്ലുന്നതോടുകൂടി അവൻ ആ പെണ്ണ് ഹറാമായി തീരുന്നതാണ്, അന്യപ്പെണ്ണായി തീരുന്നതാണ്. ചെല്ലുമ്പോ തന്നെ എങ്ങനെ അല്ലണം? പെണ്ണിന് ശുദ്ധി ഉണ്ടായിരിക്കണം. ആ ശുദ്ധിയിൽ തന്നെ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതുമാകരുത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഖുർആൻ പറഞ്ഞത് എന്താണ്? ഖുർആൻ പറഞ്ഞത് 3 തലാഖ് എന്ന് പറഞ്ഞില്ല, 2 തലാഖ് എന്ന് എടുത്തു പറഞ്ഞു. കാരണം എന്താണ്? മടക്കിയെടുക്കാൻ പറ്റുന്ന ത്വലാഖ് 2 എണ്ണമാണ്. അതാണ് നിങ്ങൾ പഠിക്കേണ്ടതും. അതിലേക്ക് നിങ്ങൾ പോയാൽ മതി എന്ന അർത്ഥത്തിലുമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത്വലാഖു മറതാൻ, അത്വലാഖു മറതാൻ, ഫഇംസാകും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഹ്സാൻ വലാ യഹില്ലു ലക്കും അൻ തഅഖുദൂ മിമ്മാ ആതൈതുമൂഹുന്ന ശൈആ ഇല്ലാ യഖാഫാ അല്ലാ യുഖീമാ ഹുദൂദല്ലാഹ് വഇൻ ഖിഫ്തും അല്ലാ യുഖീമാ ഹുദൂദല്ലാഹ് ഫലാ ജുനാഹ അലൈഹിമാ ഫീമാ ഇഫ്തദത് ബി തിൽക ഹുദൂദുല്ലാഹ് വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ് ഫൗലായിക ഹുമുല്ലാലിമൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ രീതിയിൽ പഠിപ്പിച്ചു തരുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ചാൽ ഉപദേശത്തിലൂടെ നന്നായില്ല, ശാരീരിക ബന്ധം വേർപെടുത്തിലൂടെ 2-ാം ഘട്ടത്തിലൂടെ അവൾ നന്നായില്ല, മുറിവ് പറ്റാത്ത നിലയിലുള്ള അടി കൊടുത്തു നോക്കി, എന്നിട്ടും അവൾ നന്നാകുന്നില്ല. നിന്റെ കുടുംബക്കാരും അവരുടെ കുടുംബക്കാരും തമ്മിൽ 4-മതായി ചർച്ച ചെയ്ത് നോക്കി, എന്നിട്ടും നന്നാകുന്നില്ലെങ്കിൽ 1-ഓ 2-ഓ തലാഖ് ചൊല്ലണേ. 1-ഓ 2-ഓ തലാഖ് കൊണ്ട് മതിയാക്കണേ. അത്വലാഖു മറതാൻ, അത്വലാഖു മറതാൻ. 1-ഓ 2-ഓ തലാഖ് കൊണ്ട് മതിയാക്കുക. എന്താ അങ്ങനെ ചെയ്താലുള്ള ഗുണം?
അങ്ങനെ ചെയ്താലുള്ള ഗുണം ആ 2 തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാലും പെണ്ണിനെ തിരിച്ചെടുക്കൽ അവൻ അനുവദനീയമാവും. നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് സാധാരണ കിട്ടാത്ത ക്ലാസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ സമയം എടുത്തിട്ട് സമയം കഴിഞ്ഞിട്ടും പറയുന്നു. തിരിച്ചെടുക്കൽ അനുവദനീയമാണ്. എന്നാൽ ഇവൻ കളിതമാശ വെച്ചിട്ട് 3ാമത് വീണ്ടും തലാക്ക് ചൊല്ലുകയാണ്. നിന്നെ ഞാൻ 3 തലാക്ക് ചൊല്ലിന്ന് ഒരാൾ പറഞ്ഞാലോ സുബ്ഹാനല്ലാഹ്, ആ പെണ്ണ് അവന് ഹറാമായി തീരുകയാണ്. പെണ്ണവന് നിഷിദ്ധമായി തീരുകയാണ്. അവര് തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ് ഒറ്റ വാക്കിലൂടെ. അഥവാ തലാഖ് എന്നുള്ള പദം തന്നെ നമ്മുടെ നാവ് കൊണ്ട് വിവാഹ ജീവിതത്തിന് ശേഷം പറയാൻ പാടില്ല എന്നാണ്. അത് വേണ്ട, ആ വാക്ക് നമ്മൾ കളഞ്ഞു. മനസ്സിലാകുന്നുണ്ട്? അങ്ങനത്തെ ഒരു പദം തന്നെ നമ്മളെ പറയും. ദേഷ്യം കൊണ്ടറിയാതെ നിന്നെ 3 തലാഖിൽ എന്ന് പറഞ്ഞു പോയാൽ നാശമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നുകൊണ്ട് ലോകത്തിന്റെ നായകനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നിട്ട് നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്ന റിഫാഅത തല്ലഖനി ഫബത്ത തലാഖി. ന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് ആ പെണ്ണ്. ഒരു സഹാബിയായ മനുഷ്യന്റെ ഭാര്യയാണ് പെണ്ണ്. ആ പെണ്ണ് കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന റിഫാ എന്നെ ത്വലാഖ് ചൊല്ലി നബിയേ, എന്നെ മൊഴി ചൊല്ലി നബിയേ. ഫബത്ത ത്വലാഖി, 3 ത്വലാഖ് ചൊല്ലി കളഞ്ഞു നബിയേ. 3 ത്വലാഖ് ചൊല്ലി. അത് കാരണം ഉണ്ടായിട്ട് തന്നെയാണ്, അല്ലാതെ സ്വഹാബത്ത് ചെയ്യലുണ്ടോ? കാരണം ഉണ്ടായിട്ട് ഒഴിവാക്കി. എന്നിട്ട് ഈ പെണ്ണ് വന്ന് നബിയോട് പറയാണ്, ഞാനിപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു സുബൈർ എന്ന് പറയുന്ന മറ്റൊരു സഹാബി വര്യനെ വിവാഹം കഴിച്ചു നബിയേ. എന്റെ പ്രിയപ്പെട്ട അഴീക്കോട് ചെട്ടിയിലുള്ള ചെറുപ്പക്കാരെ ചിന്തിക്കണേ. ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് റിഫാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ആദ്യ ഭർത്താവാകുന്ന റിഫായുമായി നല്ല രീതിയിലുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കെ എന്തോ ഒരു പ്രശ്നം എന്നിലുണ്ടായപ്പോ അദ്ദേഹം എന്നെ ത്വലാഖ് ചൊല്ലിക്കളഞ്ഞു നബിയേ. 1 തലാഖല്ല, 2 തലാഖല്ല, ഫബത്ത തലാഖി, 3 തലാഖ് ചൊല്ലി ഞാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു കളഞ്ഞു നബിയേ. അബ്ദുറഹ്മാൻ ഇബ്നു സുബൈർ, എന്റെ ഇത്തയുടെ കാലഘട്ടത്തിന് ശേഷം ഞാനിതാ അബ്ദുറഹ്മാൻ ഇബ്നു സുബൈറിനെ വിവാഹം കഴിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്നിട്ടോ എന്താണ് പ്രശ്നം? അല്ലയോ പ്രിയപ്പെട്ട പെങ്ങളെ, എന്താണ് കാര്യം, എന്താണ് പറയണേ? അപ്പോഴാണ് ഇർഫാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലേ, ഇപ്പോഴുള്ള അബ്ദുറഹ്മാൻ ഇബ്നു സുബൈറുമായി എന്റെ ജീവിതം റാഹത്തല്ല, റാഹത്തല്ല. വഹുവ കഹുദൈലി സൗബിലി, മഹദി അവറുകൾ തന്റെ ശരീരത്തിൻ്റെതാകുന്ന തുണിയിട്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ആട്ടിക്കാണിച്ചുകൊണ്ട് നബി തങ്ങളോട് പറയുകയാണ്, വഹുവ കഹുദൈലി സൗബിലി, ഈ വസ്ത്രത്തിന്റെ തുണിയുടെ കോന്തല് പോലെയാണ്. അഥവാ അദ്ദേഹം ഇന്നീനാണ്, ഒരു കാര്യവും അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നില്ല. അഥവാ രാത്രിയിൽ 2ാം വിവാഹം കഴിച്ച അബ്ദുറഹ്മാൻ ഇബ്നു സുബൈറുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുള്ള ആഗ്രഹവുമായിട്ട് ഞാൻ നിലകൊള്ളുമ്പോ അദ്ദേഹം എന്റെ അടുക്കലേക്ക് കടന്നു വരികയോ ഞാനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ പെണ്ണിത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റിഫാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു സുബൈറിന്റെ ഭാര്യയായ ഇപ്പോഴത്തെ ഭാര്യയാകുന്ന പെണ്ണിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു അത്രേ, അല്ലയോ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് ആദ്യ ഭർത്താവാകുന്ന റിഫായിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നുള്ള ആഗ്രഹമുണ്ടല്ലേ? 1ാമത്തെ ഭർത്താവാകുന്ന റിഫായിലേക്ക് പോയാൽ കൊള്ളാന്ന് നിനക്ക് ആഗ്രഹമുണ്ടല്ലേ? മൂപ്പരാകുമ്പോ ഈ കാര്യത്തിലൊക്കെ ഉഷാറായിരുന്നു. മൂപ്പര് ഈ കാര്യത്തിലൊക്കെ ഉഷാറായിരുന്നു. ശാരീരിക ബന്ധത്തിന്റെ പ്രശ്നത്തിൽ ഒരു വിഷയമില്ല. ഇപ്പൊ 2ാമത്തെ ഭർത്താവായപ്പോ നിന്നെ അദ്ദേഹം പരിഗണിക്കുന്നില്ല. മൂപ്പരെപ്പോഴും നിസ്കാരം ബാത്തും. ഇപ്പൊ നീ ആകെ കുടുങ്ങി. ഇപ്പൊ നിനക്ക് ആദ്യ ഭർത്താവിലേക്ക് പോയാൽ കൊള്ളാന്ന് നിന്റെ മനസ്സിലൊരു ആഗ്രഹം അല്ലെ? അതിനല്ലേ ഇപ്പൊ നീ എന്നോട് ഇത് ചോദിക്കുന്നത്? ഹബീബ് റസൂലുള്ളാഹി. ഈ പെണ്ണിന് നാണമൊന്നുമില്ല, നാണമില്ലാതെ ചോദിക്കാൻ. അങ്ങനെ ചോദിക്കണം, നിന്റെ വിഷയത്തിൽ മടിച്ചിരിക്കാൻ പാടില്ല. മറയിൽ നിന്ന് ഇങ്ങനെ ചോദിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറയിൽ നിന്ന് ഇങ്ങനെ മറുപടി കൊടുത്തു. നബി കൊടുക്കും. എന്തോ കൊടുത്തു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത്രേ, ലാ
ഇല്ലാ അൻ തദൂഖി വസൈലതഹു വയദൂക വസൈലതകി. പാടില്ല പൊന്നുമോളെ, പാടില്ല പൊന്നുമോളെ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന ഇപ്പോഴത്തെ ഭർത്താവാകുന്ന അബ്ദുറഹ്മാൻ ഇബ്നു സുബൈറുമായി നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ, അവൻ നിന്റെ മധു നുകരാതെ നീ അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവരുമായിട്ടുള്ള മധുവിധി ആഘോഷിക്കാതെ, അവൻ നിന്നെ സ്വമേധയാ ത്വലാഖ് ചെല്ലാതെ നിനക്ക് ആദ്യ ഭർത്താവാകുന്ന റിഫായിലേക്ക് പോകാൻ പറ്റൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഒന്നാമത്തെ ഭർത്താവാകുന്ന റിഫായിലേക്ക് നിനക്ക് പോകണമെന്ന് ഇപ്പൊ ഒരാഗ്രഹം, അത് പറ്റൂല. ഇപ്പോഴുള്ള നിന്റെ ഭർത്താവുമായിട്ട് നീ ഇനി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അദ്ദേഹം സ്വമേധയാ നിന്നെ ത്വലാഖ് ചെല്ലണം, അല്ലാതെ പറ്റൂല. ഇവിടെ ചില ആളുകളൊക്കെ 3 ത്വലാഖ് ചൊല്ലി അറിയാതെ പെട്ടുപോയിട്ട് ഈ മസല കേട്ട് കഴിയുമ്പോൾ കൂട്ടുകാരനോട് പറയും, നമ്മുടെ പെണ്ണുമ്പോളെ ഒന്ന് കെട്ടിയിട്ട് നിങ്ങളൊന്ന് റാഹത്താക്കിക്കോ, റാഹത്താക്കിയതിന് ശേഷം നമുക്കൊന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്താൽ മതി, 3 ത്വലാഖ് ചൊല്ലിയിട്ട് നമുക്ക് ഇങ്ങ് തന്നേക്ക്. കാരണം ദീൻ പറഞ്ഞനുസരിച്ച് തന്നെ ചെയ്യാൻ. അങ്ങനെ പറ്റൂല, അത് പറ്റൂല. അവന് സ്വമേധയാ തലാക്കലാണ്. അല്ല നിങ്ങൾ തമ്മിൽ ഒരു 15,000 റുപ്യ കൊടുത്തിട്ട് ഇടപാട് ചെയ്തിട്ട് നീ 3 തലാക്ക് തിന്നിട്ട് ഇങ്ങ് തന്നേക്ക്, നിങ്ങൾ തമ്മിൽ ബന്ധമൊക്കെ പെട്ടോ, ഒന്നും വിഷയമൊന്നുമില്ല, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് ഒഴിവാക്കി തന്നേക്ക് എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? ത്വലാക്ക് നീ 3 എണ്ണം ചെല്ലിയാൽ നീ എടങ്ങേറിലാകും, നിനക്കത് ബുദ്ധിമുട്ടാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ലാ ഇല്ലാ തദൂഖി വസൈലതഹു വയദൂക വസൈലതകി. അല്ലയോ പ്രിയപ്പെട്ട പൊന്നുമോളെ, അല്ലയോ പ്രിയപ്പെട്ട പൊന്നുമോളെ, അബ്ദുറഹ്മാൻ ഇബ്നു സുബൈർ എന്ന് പറയുന്ന നിന്റെ ഇപ്പോഴത്തെ ഭർത്താവുണ്ടല്ലോ, അദ്ദേഹമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അദ്ദേഹം സ്വമേധയാ നിന്നെ ത്വലാഖ് ചൊല്ലി അതിന്റെ ഇദ്ദയുടെ കാലഘട്ടം കഴിഞ്ഞിട്ടല്ലാതെ ഒന്നാമത്തെ ഭർത്താവാകുന്ന റിഫായിലേക്ക് മടങ്ങാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട് വൈവാഹിക ജീവിതത്തിൽ അറിയാതെ അബദ്ധത്തിൽ പോയി ചാടുന്നവർ. തലാഖ് തമാശയല്ല കേട്ടോ. 3 കാര്യങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ സാബ, 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ സാബ. ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ജിദ്ദുൻ ശഫീഉനാ റസൂലുള്ളാഹി. അതിലെ കാര്യങ്ങൾ കാര്യം തന്നെയാണ്, അതിലെ കളിതമാശകൾ കാര്യം തന്നെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അതിലൊന്നാദ്യമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, പെങ്ങളെ പഠിച്ചു വെക്കണേ എന്റെ പ്രിയപ്പെട്ട മംഗമാരെ, മുസ്ലിം പ്രിയപ്പെട്ട സഹോദരിമാര്, പരിശുദ്ധമാക്കപ്പെട്ട ശരീഅത്ത് വ്യക്തമായ രീതിയിൽ പഠിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ഹസ്ലുൻ. അതിലെ കാര്യങ്ങൾ കാര്യം തന്നെയാണ്, അതിലെ കളിതമാശയും കാര്യം തന്നെയാണ്. ഏതൊക്കെയെന്നറിയുമോ ചെറുപ്പക്കാരാ? ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ആദ്യമായി ലോകത്തിന്റെ നായകൻ പറഞ്ഞത് വിവാഹമാണ്. ചില സഹോദരങ്ങൾ കടന്നു വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ തമ്മിൽ കളിച്ചുകൊണ്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ മോളെ, എന്റെ പ്രായപൂർത്തിയെത്തിയ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു എന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരൻ കേൾക്കേണ്ട താമസം, ഞാനത് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമായി അവർക്കിടയിൽ നിക്കാഹ് ബന്ധം നടന്നുവെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, അതുകൊണ്ട് ജീവിതത്തിൽ വളരെയേറെ ശ്രദ്ധ വെച്ച് പുലർത്തണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാ, തലാഖ്. ഒന്നാമത് നിക്കാഹാണെങ്കിൽ രണ്ടാമത് തലാഖാണ്. ഒരു പാവപ്പെട്ട സഹോദരൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, അവളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് തമാശയ്ക്ക് വേണ്ടി പറഞ്ഞാൽ പോലും, നിന്നെ ഞാൻ 3 തലാഖ് ചൊല്ലി പെണ്ണേ എന്ന് ആ പാവപ്പെട്ട പെണ്ണിനോട് നിന്നെ വാഗൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലയോ പൊന്നു
മോനെ, നിങ്ങൾക്കിടയിലുള്ള ജീവിതം എന്നേക്കുമായി ഹറാമായി. പിന്നെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ടുള്ള ബന്ധം നിനക്ക് ഹലാലായ മാർഗത്തിലൂടെ ആകണോ, നിനക്ക് വിവാഹ ജീവിതത്തിലൂടെ കൊണ്ടുവരണോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ മറ്റൊരുത്തനുമായിട്ടുള്ള ബന്ധത്തിലൂടെ കഴിഞ്ഞതിന് ശേഷം, അഥവാ നീ തലാഖ് ചൊല്ലിക്കഴിഞ്ഞ് അവളുടെ ഇത്തയുടെ കാലഘട്ടം കഴിഞ്ഞ് മറ്റൊരു പുരുഷനുമായി വിവാഹബന്ധം കഴിച്ച് അവനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവൻ സ്വമേധയാ തലാഖ് ചൊല്ലി അതിന്റെ ഇത്തയും കഴിഞ്ഞിട്ടല്ലാതെ നിനക്ക് ഹലാലാവൂല, നിനക്ക് ഹലാലാവൂല. ജിത്തുഹുന്ന ജിത്തുൻ വഹസ്ലുഹുന്ന ഹസ്ലുൻ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കളി തമാശ പാടില്ല. എന്ത് വിഷയത്തിൽ? നിക്കാഹിന്റെ വിഷയത്തിൽ, തലാഖിന്റെ വിഷയത്തിൽ. മൂന്നാമതായി റസൂലുള്ളാഹി പറയുകയാണ്, റജഅന്റെ കാര്യം അഥവാ മടക്കിയെടുക്കുന്നു എന്നുള്ളതാകുന്ന ഭാര്യയെ മടക്കിയെടുക്കുന്നുള്ളതാകുന്ന കൗലം അത് തമാശയല്ല. അത് തമാശയിലൂടെ പറഞ്ഞാലും അത് കാര്യമായി തീരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കളിതമാശയ്ക്ക് പറഞ്ഞാലും ഒരു കൂട്ടുകാരൻ പറയാ, എടാ എന്റെ മോളെ നിനക്ക് വിവാഹം ചെയ്തു, അതുകൊണ്ടാണ് അവൻ പറഞ്ഞു ഞാൻ സ്വീകരിച്ചു. അതുകൊണ്ടല്ലേ വേറെ ആരും ഇടയ്ക്ക് അറിയിക്കാൻ വേണ്ടി കാളിയാർ എന്ത് ചെയ്യുന്നത്? പെണ്ണിന്റെ വാപ്പാടെ കൈ പിടിച്ച് ഇറക്കന്റെ കൈക്ക് പിടിച്ച് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് കാളിയാർ എന്റെ മുകളിൽ കൈ വെച്ചിട്ട് പറയും. കാരണം എന്താണ്? ഏതെങ്കിലും ഒരുത്തൻ എന്റെ മകളെ വിവാഹം കഴിച്ചു, അൽഹംദുലില്ലാ നമ്മൾ സ്വീകരിച്ചു കേട്ടാ എന്ന് പറഞ്ഞാൽ തീർന്ന് അല്ലാഹ് ഹലാസ്. അതുകൊണ്ട് ഇവന്റെ കൈക്കാണ് പിടിച്ചിട്ട് നേരെ മുഖത്ത് നോക്കി പറയുന്നത്, ഇവന്റെ തന്നെ മുഖത്ത് നോക്ക്, അപ്പുറത്തിരുന്ന് ഒരുത്ത് നമ്മൾ സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ അല്ലാഹ് പോയി. മനസ്സിലാകുന്നുണ്ടോ? സാധി നേരത്തെ പറയണ്ടായിരുന്നു, നമ്മൾ പലരും സ്നേഹിച്ച പെണ്ണുങ്ങളൊക്കെ പല വാപ്പമാര് കെട്ടിച്ചു കഴിഞ്ഞ് അറിഞ്ഞിരുന്നു നമ്മൾ അവിടെ വെച്ചത് പറഞ്ഞാലും വെച്ചത്. അതിനൊന്നും നിങ്ങൾ നിൽക്കണ്ട. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരി. ചുരുക്കത്തിൽ തലാഖ് എന്നുള്ള പദം വരെ പറയാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബ്ഗദു ഇലല്ലാഹി മിനൽ ഹലാലി അത്വലാഖ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ, ഈ ലോകത്തിന്റെ സർവാധിപതിയായ, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനായ പടച്ചറപ്പില്ലയോ, ആ റബ്ബിന് ഏറ്റവും ദേഷ്യമുള്ളതായ സംഗതി ഏതെന്നറിയുമോ സഹോദര? സംഗതി ഏതെന്നറിയുമോ പെങ്ങളെ? അൽമിനൽ ഹലാലി അത്വലാഖ്. ഒരു പാവപ്പെട്ട സഹോദരൻ അവന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാരണമുണ്ടായിട്ട് തന്നെ ത്വലാഖ് ചൊല്ലലാണ്, വിവാഹമോചനം നടത്തലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അറിയാതെ നീ ചെയ്തു പോയാലും, അറിയാതെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നീ തലാഖ് ചൊല്ലിയാലും ആ തലാഖ് സംഭവിക്കുന്നതാണെന്ന് ഉലമാക്കൾ പറയുമ്പോ, അഥവാ നീ കളിതമാശയ്ക്ക് വേണ്ടി പറഞ്ഞാൽ തന്നെ ആ തലാഖ് സംഭവിക്കുന്നതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു സാലിഹ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്നോടൊരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങളുടെ കുടുംബത്തിലൊരു വിഷയം നടന്നു, ആ വിഷയം ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കണം. ഞാൻ ചോദിച്ചു എന്താ വിഷയം? വിഷയമൊന്നുമല്ല, ഞങ്ങൾ ഭാര്യയായിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം, ഒരേ തളികയിലിരുന്ന് വയലൊക്കെ കേട്ടിട്ട് ഞങ്ങൾ മനസ്സിലാക്കി അനുസരിച്ച് അങ്ങനെ പോകുന്നു. ഞാൻ നിർത്താം, ഇനി നീട്ടുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ വലിയ അപകടമാണ്. ഈ വിഷയം നമ്മൾ പഠിക്കേണ്ടതാണ്. അൽഹംദുലില്ലാ, നമ്മൾ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളാണ് ഇത്. പഠിക്കണേ മുഅ്മിനേ, ജീവിതത്തിൽ ഉൾക്കൊള്ളണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു സഹോദരൻ വിളിച്ചിട്ട് പറയാ, ഉസ്താദേ എന്റെ ഭാര്യ, മക്കൾ, കുടുംബാദികളൊക്കെ ഒരു തീന്മേശയിൽ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു, വാല് കേട്ടിട്ട് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണമെന്ന് കേട്ടിട്ട് ഞങ്ങൾ അങ്ങനെ തുടങ്ങിയതാണ്. ഞാൻ എപ്പോഴും വൈകിയാണ് വരിക, പക്ഷെ അൽഹംദുലില്ലാ കുടുംബാദികളൊക്കെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും. എന്റെ ഭാര്യ കൊണ്ട് മാതാപിതാക്കൾ നേരത്തെ മരണപ്പെട്ടു പോയി, ഭാര്യ കൊണ്ട് മക്കളുണ്ട്, ഒരുമിച്ചിരുന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഞങ്ങൾ ഒന്ന് രണ്ട് തമാശയൊക്കെ പറയും. അങ്ങനെ തമാശ പറഞ്ഞ് എന്റെ ഭാര്യ എന്നെ കളിയാക്കി, ഞാൻ ഭാര്യയെ കളിയാക്കി, ഭാര്യ വീണ്ടും എന്നെ കളിയാക്കി. എനിക്കത് നല്ലപോലെ നൊന്തു. കാരണം എന്താണ്? എന്റെ പ്രിയപ്പെട്ട മക്കൾ നല്ലതുപോലെ ഇരുന്ന് ചിരിച്ചു, എനിക്ക് നല്ലതുപോലെ കൊണ്ടു. ഞാൻ എഴുന്നേറ്റിട്ട് അറിയാതെ പറഞ്ഞു പോയി, നിന്നെ ഞാൻ 3 തലാഖിലിരിക്കുന്നു. എഴുന്നേറ്റ് ഒറ്റ വാക്കിൽ പറഞ്ഞു, ഇനിയിപ്പോ എന്താ ചെയ്യാന്ന്? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി ആ പെണ്ണ് വേറൊരുത്തം വിവാഹം കഴിക്കുന്നതിന് അതിനെ കാര്യം പഠിക്കണം. ഒരാൾ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ, 3 തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഭാര്യയുടെ ഇദ്ദ കഴിയണം.
ഇവിടെ ചില ആളുകൾ എന്ത് ചെയ്യും, ഓൻ എൻ്റെ മകളെ തലാക്കില്ല, അതുകൊണ്ട് അവൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മകളെ കെട്ടിച്ചു വിടണം. പറ്റൂല. ആ മകളുടെ ഇദ്ദയുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് ഖിത്ബത്ത് പറ്റുള്ളൂ, കല്യാണ ആലോചന തന്നെ പറ്റുള്ളൂ. ഇതാണ് ഉലമാക്കൾ, പണ്ഡിതൻ, മുഹഖിഖുൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആര് ശ്രദ്ധിക്കുന്നു ഇവിടെ? ആരാണിത് ശ്രദ്ധിക്കുന്നത്? വിവാഹമോചനം കഴിഞ്ഞു, പിറ്റേ ദിവസം അവൻ കെട്ടുന്നതിന് മുമ്പ് അവന്റെ കല്യാണത്തിന് മുമ്പ് തന്നെ എൻ്റെ മോളെ ഞാൻ വിവാഹം കഴിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞ് വാശി പിടിപ്പിക്കുക. നിന്റെ മോളുടെ ഇദ്ദയുടെ കാലഘട്ടം കഴിയണം. ഇദ്ദയുടെ കാലഘട്ടം കഴിയാതെ അവളെ കൊണ്ടുപോയി നീ മറ്റൊരു വിവാഹത്തിന് വേണ്ടി കല്യാണ ആലോചന പോലും നടത്താൻ പാടില്ല. ഇതൊക്കെ ഉലമാക്കൾ പറയാം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചുരുക്കത്തിൽ തലാഖ് നിസ്സാരമല്ല, കളിതമാശയല്ല, ഗൗരവമുള്ള വിഷയമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തിന്റെ നായകന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ തല്ലഖതു ഇംറാതി മിഅത മറ. ഹബീബായ നബി തങ്ങളെ, ഞാൻ എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയെ 100 വട്ടം തലാഖ് ചൊല്ലി നബിയേ, 100 പ്രാവശ്യം തലാഖ് ചൊല്ലി നബിയേ. പഴയ ജാഹിലിയ കാലഘട്ടം, വിവരമില്ലാത്ത കാലഘട്ടം. എത്ര വട്ടം? അപ്പൊ മുത്തലാഖല്ല വിവാദം, മുത്തലാഖല്ല 100 തലാഖ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു 1400 കൊല്ലം മുമ്പ്. ഇത് കേൾക്കുന്നവർ ഇനി നാളെ മുതൽ അതിനുവേണ്ടി പത്രം എഴുതിക്കോളൂ. എന്താണ് 100 തലാഖ് ചൊല്ലിയെന്ന് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറയാം. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു 97 പാപങ്ങൾ നിന്റെ പെരടിയിലാണ് ഹബീബ് റസൂലുള്ളാഹി. എന്താ കാരണം? 97 ശിക്ഷകൾ നിനക്കുണ്ട്. എന്താ കാരണം? അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചത് ആകെ അങ്ങേയറ്റം പോയാൽ 3 തലാഖാണ്. പിന്നെ നിനക്ക് എവിടുന്ന് വന്നു? ബാക്കി 97 തലാഖുകൾ. അപ്പൊ 97 പാപങ്ങൾ നിന്റെ പെരടിയിലുണ്ട് ഹബീബ് റസൂലുള്ളാഹി. വെറുതെ അങ്ങോട്ട് ചുമ്മാ തലാഖെല്ലാം പാടില്ല, വെറുതെ തലാഖെല്ലാം പാടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറയുകയാണ്, ഇബ്നു അബ്ബാസ് തല്ലഖതു ഇംറാതി അൽഫ തത്ലീഖാ. അല്ലേ ഇബ്നു അബ്ബാസേ, അല്ലാഹുവിന്റെ റസൂലിന്റെ എളാപ്പയല്ലയോ, റസൂലുള്ളാഹിന്റെ കൊച്ചാപ്പയല്ലയോ? നിങ്ങൾ പറഞ്ഞു തരണേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഞാൻ 1000 തലാഖ് ചൊല്ലിക്കളഞ്ഞു. 100 അല്ല, എത്ര? 1000 തലാഖ്. മുത്തലാഖല്ല ഇവിടെ പറയുന്നത് എത്രയാണ്? 1000 തലാഖ്. 1000 തലാഖ് ചൊല്ലിയെന്ന് ഒരാൾ വന്നിട്ട് പറയുക, എന്റെ ഭാര്യ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉടനെ തന്നെ ദേഷ്യത്തോടുകൂടി പറഞ്ഞു, അത്രേ നിങ്ങൾ ഓരോരുത്തരും അനാവശ്യമൊക്കെ ചെയ്തു വെച്ചിട്ട് എന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ഇബ്നു അബ്ബാസ് എന്ന് ചോദിക്കും. ഇബ്നു അബ്ബാസ് എന്ന് വിളിച്ചുകൊണ്ട് എന്നോട് മസല ചോദിക്കും. ഇതൊക്കെ പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്നോട് വന്ന് മസല ചോദിച്ചുകൂടായിരുന്നോ? ദേഷ്യം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നാവിനെ മോശത്തരത്തിലേക്ക് കൊണ്ടുപോകരുതേ. ഏറ്റവും വലിയ ധൈര്യശാലി ആരെന്നറിയുമോ? ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരെന്നറിയുമോ? പോർക്കളത്തിലെ രണഭൂമിയിലെ തന്റെ പ്രതിയോഗിയെ മലർത്തി അടിക്കുന്നവനല്ല, മറിച്ച് ദേഷ്യം വരുമ്പോ മനസ്സിനെ കടിഞ്ഞാണിടുന്നവനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ലൈസ ശദീദു ബിസ്സുറാ ഇന്നമ ശദീദു അല്ലദീ മൻ യംലികു നഫ്സഹു ഇൻദൽ ഗളബി. ശത്രുവിനെ അടിച്ചു മലർത്തുന്നവനല്ല ഏറ്റവും വലിയ ആരോഗ്യം, ഏറ്റവും വലിയ ധൈര്യശാലി, ഏറ്റവും വലിയ തന്ത്രശാലി. പിന്നെ ആരാണ്? ദേഷ്യം വരുന്ന സമയത്ത് മനസ്സിനെ കടിഞ്ഞാണിടാൻ കഴിയണം. ദേഷ്യം വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച എന്താ? നിൽക്കുന്ന സമയത്ത്, ഭാര്യയോട് ദേഷ്യം പിടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭർത്താവിനോട് ദേഷ്യം പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇരിക്കണം. എന്നിട്ടും ദേഷ്യം മാറുന്നില്ലെങ്കിലോ കടക്കണം. എന്നിട്ടും ദേഷ്യം മാറുന്നില്ലെങ്കിലോ നേരെ പോയി ഒളു എടുക്കണം. എന്നിട്ടും ദേഷ്യം മാറുന്നില്ലെങ്കിലോ പോയി നിയ്യത്ത് വെച്ച് കുടിക്കണം. ഹബീബ് റസൂലുള്ളാഹി. എടാ, ദേഷ്യം എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരം രക്തം ഇങ്ങനെ തിളച്ചു നിൽക്കണം. ആ സമയത്ത് ചെയ്യണം നല്ല ഒളു എടുക്കുക, നല്ല വെള്ളം, നല്ല നിയ്യത്ത് വെച്ച് ഒളു എടുക്കുക. ആദ്യം ദേഷ്യം വന്ന് നീ നിൽക്കുന്ന സമയത്താണെങ്കിൽ വേഗം ദേഷ്യം വരുമ്പോൾ അങ്ങനെ കൂടി ഇരിക്കണം. എന്നിട്ട് നിനക്ക് ദേഷ്യം വരുന്നില്ല, കസേര എടുത്ത് തലക്കടിക്കാനാണ് തോന്നുന്നത്. അപ്പൊ നീ എന്ത് ചെയ്തേക്കാം? വേഗം തന്നെ വിഷയമില്ല, വലതുവശം തിരിച്ച് കടന്നേക്കാം. നമ്മുടെ സ്വാഭാവിക അവസ്ഥ പറയാണ്, മാനസിക അവസ്ഥ പറയാം. ദേഷ്യം വരുമ്പോൾ അങ്ങനെയാണല്ലോ, കൈ കിട്ടുന്ന വെച്ച് അടിക്കും. അവളുടെ മൊബൈൽ ഫോണൊക്കെ വരച്ച് ദൂരോട്ട് എറിയും. പിന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ പറയും, എടി എന്തിയാ മൊബൈൽ ഫോൺ? അതെല്ലാം കൂടെ ഇവൻ തന്നെ പറക്കി സിമ്മൊക്കെ എടുത്തിട്ട് ഇവൻ തന്നെ 10,000 രൂപ എടുത്തിട്ട് എങ്ങനെയെങ്കിലും വാങ്ങിച്ചുണ്ട്. അവസാനം ഇവൻ തന്നെ കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോയിട്ട് എല്ലാം കഴിയുമ്പോൾ ഇവളുടെ നടുവത്ത് ഇവൻ തന്നെ വിക്സ് വിട്ട് തിരുമ്പി ഇവൻ തന്നെ എല്ലാം റാഹത്താക്കി ഇവൻ തന്നെ കടയിൽ കൊണ്ട് നന്നായി കൊടുത്തു. ഇവന്റെ ഐസ പിന്നെ പോയി. 10 ദിവസം ഓള് പിന്നെ അടുക്കള കയറുന്നുമില്ല. ഇവൻ തന്നെ അടുക്കള കയറി കുക്കിംഗ് നടത്തി.
ഇവൻ തന്നെ ദേഷ്യം കൊണ്ട് കാണിച്ചാൽ ഇടിയും തൊഴിയൊക്കെ അവസാനം ഇവൻ തന്നെ ഇതിനൊക്കെ സമാധാനം. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ ആ സെക്കൻഡിൽ നീ ചെയ്യേണ്ടത് ഇതാ അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചത്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകളോട് പറഞ്ഞില്ലയോ, ലോകത്തിന്റെ നായകൻ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തിയല്ലോ. അസ്മാ ബിൻത് യസീദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്കൊരു പരാതിയുണ്ട് നബിയേ, ഞങ്ങൾക്കൊരു പരാതിയുണ്ട് നബിയേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അഴീക്കോട് ചട്ടിയിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ സദസ്സ് പിരിയും അവസാനമായിട്ടൊരു ചരിത്രം കുമ്മരം ഉസ്താദിന് ഓർമ്മപ്പെടുത്താനുള്ളത്, തന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരാകുന്ന പാവപ്പെട്ട സഹോദരങ്ങള് കടലിന്റെ ആഴിയിലേക്ക് മത്സ്യം നേടിക്കൊണ്ട് ഇറങ്ങി ചെല്ലുന്ന പാവപ്പെട്ടവരാകുന്ന ഈ സഹോദരങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണേ, സംരക്ഷിക്കണേ. അവർ അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയിട്ട് കടലിന്റെ ആഴിയിലേക്ക് ഇറങ്ങി പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്. പാവപ്പെട്ട ഭർത്താവാണ് അദ്ദേഹം, പാവപ്പെട്ട സഹോദരനാണ് അദ്ദേഹം, കൂലിത്തൊഴിലാളിയാണ് അദ്ദേഹം, ഓട്ടോറിക്ഷ ഓടിക്കുന്ന പാവപ്പെട്ടവനാണ്, പാടത്തും പറമ്പത്തും പണിയെടുക്കുന്നവനാണ്, മത്സ്യത്തൊഴിലാളിയാണ്. ആ മീൻ കോരി കൊണ്ടുവന്ന് തന്റെ നാട്ടുകാർക്ക് വിൽപ്പന നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് നിന്നെ പോറ്റുന്നവനാണ്. ആ പാവപ്പെട്ട ഭർത്താവിനെ കണ്ടില്ല, അദ്ദേഹത്തിന്റെ സ്നേഹം മനസ്സിലാക്കാതെ പൊന്നുമോളെ നീ പോകരുതേ, പോകരുതേ. അസ്മാ ബിൻത് യസീദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ലോകത്തിന്റെ നായകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഹബീബായ നബി തങ്ങളേ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് പരാതിയുണ്ട് നബിയേ. എന്താണ് പരാതി എന്നറിയണ്ടയോ? പുരുഷന്മാർക്ക് ജുമാക്ക് വരാ, പുരുഷന്മാർക്ക് ജമാഅത്തിന് വരാ, പുരുഷന്മാർക്ക് യുദ്ധത്തിന് പോകാ, എല്ലാ കൂലി കിട്ടുന്ന സ്ഥലത്തേക്കും പുരുഷന്മാരെ പറഞ്ഞയച്ച നബിയേ, ഞങ്ങൾക്ക് എന്തേ സ്ഥാനം തരാത്തത്? എന്തേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സഹാബിയത്താകുന്ന പെണ്ണ് ചോദിക്കുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ബിദ്അത്തിന്റെ ആളുകൾ ഉണ്ടെങ്കിൽ, പുസ്തകം പ്രസ്ഥാനക്കാരായ സഹോദരങ്ങളുണ്ടെങ്കിൽ കേൾക്കണേ, പഠിക്കണേ, ജീവിതത്തിൽ കൊണ്ടുവരണേ, മനസ്സിലാക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസ്മാ എന്ന് പറയുന്ന സഹാബിയത്താകുന്ന വനിത കടന്നു വന്നുകൊണ്ട് ലോകത്തിന്റെ നായകനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പറഞ്ഞു, അത്രേ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവില്ലയോ, ആ പാവപ്പെട്ട ഭർത്താവിനെ അനുസരിക്കാൻ നീ തയ്യാറാകണേ പെണ്ണേ. 5 വഖത്ത് നമസ്കാരങ്ങൾ, 5 വഖത്ത് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ പാങ്കലികൾ നിന്റെ കർണപുടത്തിലെ കളികൾ കൊള്ളുമ്പോ ഒതുവെടുത്തുകൊണ്ട് വീടിന്റെ അകത്തളത്തിൽ കയറിയിട്ട് ആദ്യ വഖത്തിൽ തന്നെ നമസ്കരിച്ചിട്ട് കടലിന്റെ ആഴിയിലേക്ക് നിനക്ക് വേണ്ടി അന്നം തേടി പുറപ്പെട്ട, നിന്റെ മക്കൾക്ക് വേണ്ടി അന്നം തേടി പുറപ്പെട്ട നിന്റെ പാവപ്പെട്ട ഭർത്താവിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്ക് പെണ്ണേ, ദ്വാരക്ക് പെണ്ണേ. ആ പാവപ്പെട്ട ഭർത്താവ് നിനക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ അറബിയുടെ അടുക്കലാകട്ടെ, പ്രവാസ ലോകത്താകട്ടെ, ഏത് യജമാനന്റെ കീഴിലാകട്ടെ, ഏത് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ വക്താവാകട്ടെ, ഏത് രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുന്നവരാകട്ടെ, നിനക്ക് വേണ്ടി അന്നം തേടുന്ന പാവപ്പെട്ട സാരികാകുന്ന പാവപ്പെട്ട പേക്കോലമുള്ളതാകുന്ന മനുഷ്യനുണ്ടല്ലോ, കണ്ടാൽ വല്ലാതെ മോശത്തരത്തിലേക്ക് എത്തുന്ന, നിനക്ക് വേണ്ടി ആഹാരം തേടി പുറപ്പെട്ട് വൈകുന്നേരമാകുമ്പോ മുഖം ചുളിച്ചുകൊണ്ട് താടി ചുളിച്ചുകൊണ്ട് ക്ഷീണിച്ചവശനായി പരവശനായി വരുമ്പോഴും നിന്റെ മക്കളെ വാരിപ്പുണരുന്ന, നിന്റെ സൗഖ്യങ്ങൾക്ക് വേണ്ടി നിന്റെ കൂടെ കടന്നുറങ്ങുന്ന, നിന്നോടൊപ്പം അനുരാഗം വെച്ച് പുലർത്തുന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവിന് വേണ്ടി നീ ദുആ ചെയ്യണേ. മാത്രമല്ല റസൂലുള്ള പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യൽ മാത്രമല്ല, നമസ്കരിക്കൽ മാത്രമല്ല, പരിശുദ്ധമാകുന്ന റമളാൻ കടന്നു വരുമ്പോ നീ നോമ്പുകൾ പരിപൂർണമായി പിടിക്കണേ. ആ ഭർത്താവിനനുസരിച്ചുകൊണ്ട് വീടിന്റെ അകത്തളങ്ങൾ കഴിഞ്ഞുകൂടി നമസ്കാര ഇബാദത്തുമായി നീ കഴിഞ്ഞുകൂടിയാൽ നിനക്ക് സ്വർഗമുണ്ട് പെണ്ണേ, നിനക്ക് സ്വർഗമുണ്ട് പെണ്ണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നീ ജുമാക്ക് വരേണ്ടതില്ല, അത് നിന്റെ
ഭർത്താവിന്റെ കടമയാണ്, അത് നിന്റെ ആൺമക്കളുടെ കടമയാണ്. നീ ജമാഅത്തിന് വരണ്ട, അത് നിന്റെ ഭർത്താവിന്റെ കടമയാണ്. 5 നേരം പള്ളിയിൽ വന്നുകൊണ്ട് മുട്ടിൽ കെട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്കണ്ട കടമ, അത് നിന്റെ ഭർത്താവിന്റെ കടമയാണ്. അത് പാവപ്പെട്ടവൻ നിർവഹിക്കുമ്പോ സ്വാതന്ത്ര്യം നിനക്ക് നൽകുകയാണ് വിശുദ്ധ ഇസ്ലാം. നീ പള്ളിയിൽ വരണ്ട പെണ്ണേ, നീ ജമാഅത്തിന് വരണ്ട, നീ ജുമായ്ക്ക് പോകണ്ട, നീ കടലിന്റെ ആഴിയിലേക്ക് മത്സ്യം തേടി പോകണ്ട, നീ കച്ചവടത്തിന് പോകണ്ട, നീ ബിസിനസിന് പോകണ്ട, നിന്റെ ശരീരത്തെ ക്ഷീണിപ്പിക്കണ്ട. നീ വീടിന്റെ അകത്തളങ്ങളിൽ കഴിഞ്ഞുകൊണ്ട് നിന്റെ പാവപ്പെട്ട ഭർത്താവിന് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്ത് 5 നേരം നമസ്കരിച്ചുകൊണ്ട് അല്ലാഹുവേ പടച്ച റബ്ബേ, എന്റെ ഭർത്താവിനോടൊപ്പം എന്റെ മക്കളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ എന്ന പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് വീടിന്റെ അകത്തളങ്ങൾ കഴിയപ്പെടണേ. എന്നാ നിനക്ക് സ്വർഗമുണ്ട്, സ്വർഗമുണ്ടെന്ന് ആദരവായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതായിരിക്കണം നമ്മുടെ ജീവിതം, അതായിരിക്കണം നമ്മുടെ ജീവിതം. ഭർത്താവ് ജീവിക്കുന്ന ആർക്ക് വേണ്ടി? ഭാര്യയ്ക്ക് വേണ്ടി. അറിയുമോ, നിങ്ങൾക്കൊരൊറ്റ ചരിത്രം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് 3 ദിവസങ്ങൾക്ക് ശേഷം ഹബീബായ നബി തങ്ങൾ പട്ടിണിയിലാണ്. തന്റെ പ്രിയപ്പെട്ട മക്കളും പട്ടിണിയിലാണ്, തന്റെ പ്രിയപ്പെട്ട ഭാര്യയടക്കം പട്ടിണിയിലാണ്. 3 ദിവസത്തിന് ശേഷം ഒരു ഇറച്ചി കഷ്ണം കിട്ടി, ഒരു ആടിന്റെ തുടയല് കിട്ടി. 3 ദിവസം കഴിഞ്ഞു, പട്ടിണിയാ. നമുക്കെന്ത് വേണം? നമുക്കിവിടെ സുഭിക്ഷമായ ആഹാരം. ഭർത്താവ് ഒരു നേരം ആഹാരം കൊണ്ടുവന്നില്ല, ഒരു മീൻ അല്പം വൈകിപ്പോയി, അല്ലെങ്കിൽ ചാറുകറി വെക്കാനുള്ള പച്ചക്കറി സാധനം പോയി, ഉടനെ നമ്മൾ ബഹളം തുടങ്ങി. ഇങ്ങനെ കൊണ്ട് അങ്ങനെ തന്നെയാണ് കെട്ടി. അന്ന് നമ്മൾ വന്നു മുതൽ ഇത് തന്നെ പരിപാടി. നാവ് സൂക്ഷിക്കണം പെണ്ണെ, അപകടത്തിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിനക്ക് വേണ്ടിയാണ് ഭർത്താവ് കഷ്ടപ്പെടുന്നത്, നിനക്ക് വേണ്ടിയാണ് അദ്ദേഹം യാതനകൾ സഹിക്കുന്നത്, നിനക്ക് വേണ്ടിയാണ് യജമാനന്റെ അടുക്കൽ നിന്ന് എത്ര തെരുവിളികൾ ദൈനംദിനം അദ്ദേഹം കേൾക്കുന്നത്. ഒരക്ഷരം അദ്ദേഹം പറയുന്നില്ല. കാരണം എന്താ? ഈ ജോലി പോയാൽ എന്റെ മക്കള് പട്ടിണിയിലാവും, എനിക്ക് പട്ടിണിയായാലും പ്രശ്നമില്ല, എന്റെ ഭാര്യ പട്ടിണിയാകും, എന്റെ ഉമ്മ പട്ടിണിയാകും, എന്റെ കുടുംബം പട്ടിണിയാകും. അദ്ദേഹം ചെയ്തു. ഒരു ഓട്ടോക്കാരൻ പാവപ്പെട്ടവൻ ഓട്ടോ വിളിച്ചു, കൂലി അവസാനം കൊടുക്കുമ്പോ കുറച്ചു കൊടുക്കും. അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. എന്താ കാരണം? ഇവനുമായിട്ടൊരു പ്രശ്നമുണ്ടായിട്ട്, ഒരു വഴക്കുണ്ടായിട്ട് അവസാന സമൂഹം മുഴുവനും എന്നെ തേജോവധം ചെയ്യുമല്ലോ, എന്നെ ഇനി ആരും ഓട്ടം വിളിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വരരുത്, എനിക്ക് ജീവിക്കണം, എന്റെ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം കഷ്ടപ്പെടുക. അല്ലാഹു നമ്മളെയൊക്കെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. എന്നിട്ട് നീ എന്തുകൊണ്ട് അഹങ്കരിക്കുന്നു? ആ പാവപ്പെട്ട സഹോദരൻ വൈകിട്ട് വീട്ടിലേക്ക് വരുമ്പോ, ഇന്ന വീട്ടിലേക്ക് എനിക്ക് പോകണം, കഴിഞ്ഞ ദിവസം വാങ്ങുന്ന ചുരിദാർ എനിക്ക് പോരാ, ഇനിയും എനിക്ക് മറ്റൊരു ചുരിദാർ വേണം, മറ്റൊരു പർദ്ദ വേണം, മറ്റൊരു മിഡിയൻ ടോപ്പും വേണമെന്ന് വാശി പിടിക്കുന്ന സഹോദരി, നീ എവിടുന്നാണ് സാലിഹത്താകുന്നത്? നീ എന്ത് ദീനാണ് പഠിച്ചത്? നീ എന്നാണ് ഇനി നന്നാവുന്നത്? നിനക്ക് വയസ്സ് 20 കഴിഞ്ഞില്ലേ, 30 കഴിഞ്ഞില്ലേ, 40 എത്തിയില്ലേ, 60ലേക്ക് പോവല്ലേ, മരിക്കണ്ട നിനക്ക്, ഖബറിൽ പോകണ്ടേ നിനക്ക്? എന്താ നീ ചിന്തിക്കാത്തത്? നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നീ നോവിക്കാൻ പാടുണ്ടോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. അയ്യുമ മർഅത്തിൻ മാതത് വസൗജുഹാ അൻഹാറാ ദഖലത്തിൽ ജന്ന. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോകത്ത് നിന്നൊരു പെണ്ണ് വിട പറയുമ്പോ ആ പെണ്ണിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഖബറിന്റെ സമീപത്തിരുന്നു കൊണ്ട് പൊട്ടിക്കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് മുല കൊടുത്ത പെണ്ണാണ്, എന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ നോക്കിയതാകുന്ന പെണ്ണാണ്, എന്റെ സുഖമില്ലാത്ത മാതാപിതാക്കളെ ശുശ്രൂഷിച്ചതാകുന്ന പാവപ്പെട്ട പെണ്ണാണ്. അങ്ങനെ ഭാര്യ ഓർത്ത് വിലപിക്കുന്നതാകുന്ന ഭർത്താവ്, ഭാര്യയെ കൊണ്ട് സംതൃപ്തിപ്പെട്ട ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ആ പെണ്ണ് സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അഴീക്കോടുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വാത് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്നേഹമുള്ളത് കൊണ്ടാണ് കുമ്മനം ഉസ്താദ് പറയുന്നത്, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ മഹ്ശറിൽ നമുക്ക് ഒരുമിക്കണ്ടയോ? നമ്മുടെ ഭർത്താക്കന്മാരുമായ സ്വർഗത്തിൽ ഒരുമിക്കണ്ടയോ? പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക്, ഫിർദൗസ് എന്ന സ്വർഗത്തിലേക്ക് നമുക്ക് കടക്കണ്ടയോ? ഹബീബായ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായിക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് പട്ടിണി മൂലം കഴിയുന്ന സമയത്ത് ഒരാടിന്റെ തുടയലിന്റെ മാംസം കിട്ടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷയുടെ കയ്യിലേക്ക് അത് കൊടുക്കുകയാണ്. ഭാര്യയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് നബി തങ്ങൾ പറയുന്നു, ആയിഷ നീ കഴിക്കണേ, ആയിഷ നീ കഴിക്കണേ, ആയിഷ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞു അത്രേ, വല്ലാഹി ലാ കുലി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ കഴിക്കൂല നബിയേ, അവിടുന്ന് കഴിച്ചാലും നബിയേ, അവിടുന്ന് കഴിച്ചാലും നബിയേ. ഇത്ര സ്നേഹമാണ്, ഇത്ര സ്നേഹമാണ്. നമ്മളാണെങ്കിലും 3 ദിവസമായി കഴിച്ചിട്ട് വേഗം കൊണ്ട് അല്ലാഹു ഭാര്യ പോലും അറിയാതെ വേഗം കഴിക്കാം. വീട്ടിൽ 2 പേരേ ഉള്ളൂ, ഭാര്യയേ ഉള്ളൂ, ഭർത്താവേ ഉള്ളൂ. 2 മസാല ദോശ പോയി ടൗണിൽ പോയി മജ്ലിസിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും. 2 മസാല ദോശ, 2 ഷവർമ. ആരൊക്കെയാണ്? 1 ഭാര്യയും ഭർത്താവും. വാപ്പായും അപ്പുറത്തിരുന്ന് മണം പിടിച്ചോളും. അല്ലാഹു അവർ കൊടുക്കത്തില്ല. എത്ര കുടുംബത്തിന്റെ അവസ്ഥ, എത്ര കുടുംബം ഇതേപോലെ. ചിരിക്കാനല്ല പറഞ്ഞത്, ഗൗരവമുള്ള വിഷയമാണ് ഇതൊക്കെ. എത്ര ആക്കിബത്ത് മോശമാവൂല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്നെ